നമ്മൾ വിചാരിക്കുന്ന പോലല്ല ദൈവത്തിന്റെ പരിപാടി. നീ ആഗ്രഹിക്കുന്ന പോലല്ല ദൈവത്തിന്റെ പദ്ധതി. അവൻ വ്യത്യസ്തമായ ചില പരിപാടികളിലൂടെ നിന്നെ ഉറപ്പിക്കാൻ പോകുക. അവൻ നിന്റെ ജോലി അവൻ ഉറപ്പിക്കാൻ പോകുക. നിന്റെ താമസം അവൻ ഉറപ്പിക്കാൻ പോകുക. നിന്റെ വീട് അവൻ ഉറപ്പിക്കാൻ പോകുക. നിന്റെ വിദ്യാഭ്യാസം അവൻ ഉറപ്പിക്കാൻ പോകുക. നിന്റെ മകളുടെ ഭാവി എന്റെ ദൈവം ഉറപ്പിക്കാൻ പോകുക. അവൻ പറഞ്ഞു നിന്റെ കാര്യം അവൻ ഉറപ്പിക്കാൻ പോകുക. നിന്റെ സാമ്പത്തിക വിഷയം ഉറപ്പിക്കാൻ പോകുക. അങ്ങനെ അപ്പു വേണ്ട, തടയുവാൻ അവൻ അനുവദിക്കുകയില്ല. എന്റെ തമ്പുരാൻ പറഞ്ഞിട്ട് അവന്റെ പെട്ടകത്തിന്റെ കരടികളാണെങ്കിൽ അവൻ പറഞ്ഞിട്ടാണ് നീ ഇറങ്ങിയതെങ്കിൽ അധികം ഉലഞ്ഞു നടക്കാൻ അവൻ അനുവദിക്കുന്ന ദൈവമല്ല. അവൻ ഉറപ്പിക്കുന്ന ദൈവം. അവൻ ഉറപ്പിക്കുന്ന ദൈവം. അവൻ ഉറപ്പിക്കുന്ന ദൈവം. ജീസസ്. നിങ്ങൾ പറയുന്ന പോലെ ഞാൻ വിചാരിക്കുന്ന പോലെ അല്ല ദൈവത്തിന്റെ പരിപാടി. സ്തോത്രം, സ്തോത്രം. ദൈവത്തിന്റെ പദ്ധതി എന്ന് ഉറപ്പിക്കും. മോശ പർവ്വതത്തിലൊക്കെ കയറി ചെല്ലുമ്പോൾ യഹോവയായ ദൈവത്തോട് പറയുമായിരുന്നു, കർത്താവേ, എന്താ മോശെ എൻ്റെ വിക്കിന്റെ കാര്യം, എൻ്റെ ഈ വിക്കുണ്ടല്ലോ അതൊന്ന് ക്രമീകരിക്കണം. കർത്താവ് ഒറ്റ മറുപടി പറഞ്ഞില്ല. പിന്നെ പർവ്വതത്തിൽ ചെല്ലുമ്പോഴൊക്കെ പറഞ്ഞാണ്, കർത്താവ് എന്താ മോശെ എൻ്റെ ഈ വിക്കിന്റെ കാര്യം. അവർ മന്ന എടുത്ത് കൈ വെച്ചോണ്ട് ഇതെന്നാ എന്ന് എന്നോട് ചോദിച്ചപ്പം ഞാൻ മന്ന 5 മിനിറ്റ് കൊണ്ടാണ് പറഞ്ഞത്. എന്തുകൊണ്ട് നടക്കണേ? അതുകൊണ്ട് എൻ്റെ വിക്കിൻ്റെ കാര്യം മരിക്കുന്നവരെ വിക്ക് മാറ്റിയില്ല. ആമേൻ. ദൈവം മനസ്സിലില്ലാത്തവനായിട്ടല്ല, മറുപടി തരാത്ത ദൈവമായിട്ടുമല്ല. ഇന്ന് രാത്രി നല്ലപോലെ ശ്രദ്ധിക്കാവുന്ന ഒരു ദൂത് വരാം. ഈ വിക്ക് മാറ്റണം എന്ന് പറഞ്ഞ് പുള്ളി കയറിയ ഇറങ്ങി ഒരു ദിവസം ഇറങ്ങി വന്നപ്പം എല്ലാവരും കൂടെ പറഞ്ഞു, മോശെ നിന്റെ മുഖത്ത് നിന്റെ സ്കിൻ വല്ലാതെ പ്രകാശിക്കുന്നു. അന്നാ മനസ്സിലായത് തമ്പുരാൻ വിക്കല്ല മാറ്റിയത്, തൊക്ക മാറ്റിയത്. നീ പറയുന്നതല്ല, അതിനൊക്കെ ശ്രേഷ്ഠമായ നിനക്ക് വേണ്ടി ഒരുക്കുക. നീ പറയുന്ന പോലെ ഞാൻ വിചാരിക്കുന്ന പോലെ അല്ല. നീ വിക്ക് മാറ്റാനാണ് പറഞ്ഞതെങ്കിൽ അവൻ തൊക്കുന്ന രാത്രി മാറ്റുകയാ. നീ വിചാരിക്കുന്നത് നിന്റെ കുഞ്ഞിന് വേണ്ടി നീ കരുതുന്നതിനേക്കാൾ, നിന്റെ മക്കൾക്ക് വേണ്ടി നീ കരുതുന്നതിനേക്കാൾ ശ്രേഷ്ഠമായി അവൻ കരുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നീ വിക്കെന്ന് പറഞ്ഞപ്പോൾ അവൻ മൗനമായിരുന്നത്. അവൻ നിന്നെ തൊക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ചില വിഷയത്തിന് അവൻ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാതിരിക്കുന്നത് അതിനേക്കാൾ വലിയ മറുപടി തരാനാ. ദൈവം തരണമെന്ന് വിചാരിച്ചാൽ തന്നിരിക്കും. ഒരു തമിഴൻ ഡൽഹിക്ക് പോവാണ്, ട്രെയിനെ യാത്ര ചെയ്യാം. ഡൽഹി അടുക്കാനായപ്പോൾ തന്റെ കോറിഡോറിൽ, ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റിൽ തന്റെ കോറിഡോറിനകത്ത് താൻ ഇരിക്കുന്ന സീറ്റിന്റെ എതിർവശത്ത് ഒരു സായിപ്പ് ഇരിപ്പുണ്ട്. ഏതോ രാജ്യക്കാരനാണ്. അദ്ദേഹത്തിന് വലിയ ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല, ഒന്നും പറയാനും അറിയത്തില്ല. ഒന്ന് ചിരിച്ചു. അതിനുശേഷം ഇതേ ഒരു രക്ഷിക്കപ്പെട്ട മനുഷ്യനാണ്. അദ്ദേഹത്തിന് പ്രൈസ് ദി ലോർഡ് എന്ന് പറയാൻ കഴിയും. അദ്ദേഹം എന്തോ പറഞ്ഞു. എന്തായാലും കുറെ അങ്ങോട്ട് യാത്ര ചെയ്തപ്പോൾ ആ സായിപ്പിന് ചക്കുവേദന ഉണ്ടായി. സായിപ്പ് ട്രെയിനിനകത്ത് കിടന്ന് പടച്ചു. ഇയാൾ പെട്ടെന്ന് മടിയിലൊക്കെ എടുത്ത് കടത്തി തിരുമൊക്കെ ചെയ്തു. തിരുമിക്കൊണ്ടിരിക്കുമ്പോൾ സായിപ്പ് മരിച്ചു. റെയിൽവേ പോലും ട്രെയിൻ കൊണ്ട് നിർത്തിയതും സായിപ്പിന്റെ ശവമാണ് ഇറങ്ങുന്നത്. ആ കോറിഡോറിൽ ഇയാൾ മാത്രമേ ഉള്ളൂ, ഈ മനുഷ്യൻ. ഇയാളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി 1-2 തല്ലൊക്കെ കൊടുത്തു. പറഞ്ഞു, ഞങ്ങൾക്ക് தெரியாது, நான் சும்மா உட்கார்ந்திருந்தேன், துறை முன்னால உட்கார்ந்திருந்தாரு, அவரு படபடான்னு படிச்சாரு, நான் திரும்ப கொடுத்தேன் சார், அவ்வளவுதான் எஸ்மா, எனக்கு தெரியாது, அவர் செத்து போயிட்டாரு. அப்பா എന്നൊക്കെ പറഞ്ഞ ആൾ കരഞ്ഞു. അവസാനം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഹാർട്ട് അറ്റാക്ക് ആണ് മനസ്സിലായി. ഇയാൾ രക്ഷപ്പെട്ടു. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഒരു പുതിയ പെട്ടി, ഒരു കീറിയ വായ്പയുണ്ട്. അപ്പം അവിടുത്തെ പോലീസുകാർ പറഞ്ഞു, तमिल इधर आ जा, तेरा बाल रखो, तू जाओ, तेरा बारे में कुछ केस नहीं, वो पोस्टमार्टम में हमको माल पड़ा, वो हार्ट अटैक है. देखो तने पुदिയ പെട്ടി എടുത്തോണ്ട് ഇറങ്ങിപ്പോ, इधर आ, तो नवा പെട്ടി इधर रखो ना, तो पुराना बाल रखो. സാഹിബ് മരിച്ചു എന്ന് വെച്ചാൽ അങ്ങനെ പുതിയ പെട്ടി അടിച്ച് മാറ്റണ്ട. എവിടെ വെച്ച് ആ പഴയ ഭാഗമൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല സുമാ, ഗതി ഒന്നും അറിയത്തില്ല, ഏൻ പെട്ടി പുതുപ്പെട്ടി, ഞാൻ ഊരിൽ നിന്ന് പുതുപ്പെട്ടി കൊടുത്തേ, ഒറ്റ അട്ടി കിട്ടിയ പാടെ അട്ടി കിട്ടിയതും പഴയ ഭാഗം പുളി കൂടി സ്ഥലം തിരിച്ചു പൊക്കളത്ത് പോയി ഡൽഹി ജോലിക്കൊന്നും പോയി തിരിച്ചു പോയി. നാട്ടിൽ ചെന്ന ഭാര്യ നോക്കുന്നത് അപ്പടി ഡോളറും ഇഷ്ടം പോലെ പൈസ. ഭാര്യ നല്ല പ്രാർത്ഥിക്കുന്ന ഭാര്യ. ഭാര്യ ചോദിച്ചു, ഇതെല്ലാം എതുക്ക് എടുക്കില്ല, നമ്മ പ്രാർത്ഥിക്കണമുണ്ട്, ജപിക്കണമുണ്ട്, ഇതെല്ലാം എടുക്കലാമ. ഉടനെ ഞാൻ പറഞ്ഞു, നാനാടി എടുത്തേ, അടിച്ചു കൊടുത്താറില്ല, വേണ്ട വേണ്ട 50 തടവ് சொன்னேன், അടിച്ചു കൊടുത്താറ്. ദൈവം തരുമെന്നെ അടിച്ചു തരും. ദൈവം
നീ വേണ്ടെന്ന് പറഞ്ഞാലും നിന്നെ അറിയാവുന്ന ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നന്മ അത് ആർക്കും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി സന്തോഷത്തിന് വേണ്ടി പറഞ്ഞതാ. അവൻ തരാൻ തീരുമാനിച്ച നീ വേണ്ടെന്ന് പറഞ്ഞാലും നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരുക്കിയത് അവൻ തരാതിരിക്കുകയില്ല. നീ വിട്ടു മാറ്റാനാ പറഞ്ഞതെങ്കിൽ അവൻ തോക്ക് മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. കരങ്ങൾ അടിച്ച് എന്നവന് ദൈവത്തെ സന്തോഷിക്കുക. എന്റെ ദൈവം നിനക്ക് വേണ്ടി വലിയ ഒരുക്കിയിട്ടുണ്ട്. ഈ രാത്രി സന്തോഷിക്കുക. ചില പ്രത്യേക സബ്ജക്റ്റുകൾ അതിന്റെ ഭംഗിയായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണമെങ്കിൽ അല്പം ശാന്തമായിട്ട് ചില കാര്യങ്ങൾ പറയണം. നമുക്ക് ആരാധിക്കണം. സ്തോത്രം. നോഹയ്ക്ക് കൃപ ലഭിച്ചത് 8 പേരെ പെട്ടകത്തെ കയറ്റി അരരാത്ത പർവ്വതത്തിൽ ഉറപ്പിച്ച് യാഗം കഴിച്ച് തീർക്കാൻ വേണ്ടിയിട്ടല്ല. എത്ര പേരിനകത്ത് കയറി? ശേമും ഹാമും യാഫേത്തും. ആള് കുറവല്ലേ? ലോക ജനസംഖ്യ 8. പഠിക്കണം നിങ്ങൾ. ലോക ജനസംഖ്യ അന്ന് 8 തുടങ്ങുന്നത്. തമ്പുരാൻ എത്ര തുടങ്ങണം? 650 കോടിയാക്കാൻ, ഈ ലോകത്തിലാക്കാൻ എത്ര തുടങ്ങണം ദൈവത്തിന്? ശൂന്യതയിൽ സകലം ഉണ്ടാക്കുന്നതിന് 8 അധികമാണ്. പ്രാർത്ഥിച്ചോണ്ടിരിക്കുക. ശൂന്യതയിൽ നിന്ന് സകലം ഉണ്ടാക്കുന്നതിന്റെ ദൈവത്തിന് ആ 8 അധികമാ. സ്തോത്രം. തമ്പുരാൻ നോഹയ്ക്ക് കൃപ കൊടുത്തപ്പോൾ നീതിമാനായ നോഹയെ മാത്രമല്ല കണ്ടത്, ശേമിനെയും ഹാമിനെയും യാഫേത്തിനെയും കണ്ടിരുന്നു. ഈ രാത്രി ഞാനൊരു ദൂത് പറയാനാണ് വരുന്നത്. വളരെ ഗഹനമായ ദൂത. എന്റെ ദൈവം നിങ്ങളെയും എന്നെയും വിളിച്ചപ്പോൾ അവൻ നമ്മളെ മാത്രമല്ല കണ്ടത്. അന്ന് നിന്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞു മുതൽ 2 വയസ്സ് പ്രായമുള്ള നിന്റെ കൊച്ചിനെ വരെ അന്ന് കണ്ടിട്ടാ എന്റെ ദൈവം വിളിച്ചത്. നോഹയെ മാത്രം കണ്ടിട്ടല്ല, ശേമിനെയും ഹാമിനെയും യാഫേത്തിനെയും എന്റെ ദൈവം കണ്ടിട്ടാ നോഹയ്ക്ക് കൃപ കൊടുത്തേ. വചനം അറിയാമെന്ന് രാത്രി സന്തോഷിക്കണം. ദൈവവചനം നന്നായിട്ട് അറിയാവുന്നവൻ അടങ്ങിയിരിക്കരുത്. ഇത് പരിശുദ്ധാത്മാവിന്റെ രാത്രിയാ. ദൈവവചനം അറിയാവുന്നവൻ രാത്രി ആത്മാവിൻ ദൈവത്തെ ആരാധിക്കണം. സ്തോത്രം. ഇവിടെ ഒരു തലമുറ വേണം. ഇവിടെ ഒരു തലമുറ ഉണ്ടാകണം. ലോകം മുഴുവൻ അറിയണം. ഭൂപരപ്പ് മുഴുവൻ ജനം അറിയണം. പെട്ടകത്തിൽ 8 പേരെ ഇറങ്ങിയിട്ടുള്ളൂ. ഇന്ന് രാത്രി എനിക്ക് അവിടുത്തെ വംശാവലി എല്ലാം പറഞ്ഞ് വിശദീകരിക്കാൻ എനിക്ക് സമയം പോരാ. എനിക്ക് കൃപ ലഭിച്ച് 1-2 പേരെ കൂടെ നിങ്ങളുടെ കൊണ്ടുവരാറുണ്ട്. അതുകൊണ്ട് ഈ രാത്രി എനിക്ക് അല്പം വേഗത്തിൽ പോകണം. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം വീട്ടിൽ പോയി ഭക്തിയായിട്ട് വായിക്കണം. സ്തോത്രം. ഹാമിന്റെ സന്തതിയാണ് ഇന്ന് ലോകത്തിൽ കാണുന്ന ആഫ്രിക്കൻ ജനത മുഴുവൻ. സ്തോത്രം പറയുന്ന രാത്രി ദൈവത്തെ സ്തുതിക്കുക. ഹാമിന്റെ സന്തതിയാ. എന്നാൽ ശേമിന്റെ സന്തതി അതല്ല. അല്ലെങ്കിൽ അബ്രഹാമിന്റെ സന്തതിയാ. ഏഷ്യ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന സ്തോത്രം സന്തതി ശേമിന്റെ സന്തതിയാ. എന്നാൽ യാഫേത്തിന്റെ അതല്ല. യൂറോപ്പിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് അത് യാഫേത്തിന്റെ സന്തതിയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവിടെ ഒന്നും തീർന്നില്ല. ഇതൊക്കെ നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 10-11 അധ്യായങ്ങൾ നിങ്ങൾ വായിക്കണം. തീർന്നില്ല. പുതിയ നിയമത്തിലേക്ക് വരികയാണ്. ആമേൻ. 8-ാം അധ്യായത്തിൽ ഒരു എത്യോപ്യക്കാരൻ ഷണ്ണൻ യെശയ്യാപ്രവചനം വായിക്കുന്നില്ലേ, അവൻ ഹാമിന്റെ സന്തതിയാണ്. ജനമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ നോഹയ്ക്ക് കൃപ കൊടുത്ത് പെട്ടകത്തിൽ 8 പേരെ കയറ്റി അവരെ പുറത്തിറക്കി. അതിന് 3 ആൺസന്തതിയെ ദൈവം ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുവാൻ സകലരുടെ പിതാക്കന്മാരെ തെരഞ്ഞെടുത്തുവെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി പുതിയ നിയമസഭയിൽ തെറ്റിയില്ല. ഹാമിന്റെ സന്തതി യെശയ്യാപ്രവചനം വായിച്ചുകൊണ്ട് തേരയിലിരിക്കുകയാ. അപ്പോൾ പറഞ്ഞു ഫിലിപ്പോസിനോട് തേരിനോട് ചേർന്ന് നടക്കുക. സ്തോത്രം. തേരെ കയറാൻ പറഞ്ഞില്ല, പറയാതെ തേരെ കയറരുത്. നമ്മളോട് കർത്താവ് ചിലപ്പോൾ പറയും ആ വീടിനോട് ചേർന്ന് നടക്കാൻ പറയും. ചേർന്നേ നടക്കാവൂ, വീട്ടിൽ കയറരുത്. സ്തോത്രം. തേരിനോട് ചേർന്ന് നടക്കാൻ പറഞ്ഞു. സ്തോത്രം. ചോദിച്ചു, നീ വായിക്കുന്നതിനൊക്കെ മനസ്സിലാകുന്നുണ്ടോ? പൊരുള് തിരിച്ചു തരാൻ ആടില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പോഴതല്ല പ്രശ്നം. പഴയ പൊരുളിന്റെ പുറത്ത് പുതിയ പൊരുൾ കിടന്ന് ഉരുള് കാണും. പ്രശ്നം. ഇന്ന് രാത്രി പൊരുള് തിരിച്ചു തന്നാൽ സത്യം അറിയാനും സത്യം അത് അനുസരിക്കാനും തയ്യാറുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എന്റെ വിഷയം അവിടെ കൊണ്ട് തീരുന്നില്ല. സ്തോത്രം. വെള്ളം കണ്ടു. ഹല്ലേലൂയ. ഫിലിപ്പോസുമായി ഇറങ്ങി. ഹല്ലേലൂയ. ഷണ്ണൻ സ്നാനപ്പെട്ട് തേരിൽ കയറി ഫിലിപ്പോസിനെ ദൈവാത്മാവ് എടുത്തുകൊണ്ട് പോയി. സ്തോത്രം. ഇന്ന് രാത്രി ഒരൊറ്റ ദൂത് അവിടെ പറഞ്ഞു വിടാം. നീ സ്നാനപ്പെടുത്തിയ ഷണ്ണൻ നിന്നെ വണ്ടിയിൽ കയറ്റിയില്ലെങ്കിൽ നീ എന്നെ പേടിക്കാനാ? അതിനേക്കാൾ വേഗതയുള്ള ആത്മാവിന്റെ വണ്ടിയെ നിന്നെ കയറ്റാൻ തമ്പുരാന്റെ പരിപാടിയുണ്ട്. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പൈതങ്ങൾ ഇന്ന് രാത്രി ദൂതിന്റെ അർത്ഥം മനസ്സിലായെങ്കിൽ ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. നീ ഉപകാരം ചെയ്യുന്നവരിൽ നിന്ന് തിരിച്ച് ഉപകാരം പ്രതീക്ഷിക്കേണ്ട. തമ്പുരാൻ അതിന് വേറെ തേരൊരുക്കിയിട്ടുണ്ട്. സ്തോത്രം. ഇന്ന് രാത്രി ആകാശത്തേരിൽ ആത്മാവിന്റെ തേരില ഫിലിപ്പോസ് പോകുന്ന. സ്തോത്രം.